ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ്. അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് മൂന്നും ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ തേച്ച് പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റോളം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഈ മസാല ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ദെൻ നമുക്കൊരു അരമണിക്കൂറാണ് മാരിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചിരിക്കണം. 1 മണിക്കൂർ വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമുക്ക് ഒരു പാൻ എടുക്കാം. പാനിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ഓരോരോ ചിക്കൻ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വറക്കാം. ചിക്കൻ നമുക്ക് വറക്കണം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ചിക്കൻ കൊണ്ടാട്ടത്തിന് ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചിക്കൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ അത്യാവശ്യം ചെറിയ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ഇടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് കുറച്ച് വേപ്പിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ മണമൊക്കെ അങ്ങോട്ട് വേറെ രീതിയായിരിക്കും. നല്ലൊരു ഫ്ലേവറായിരിക്കും നമുക്കിതിന് കിട്ടാം. അപ്പോൾ ഈ ചിക്കൻ വറുത്തതിന് ശേഷം നമുക്ക് അതൊരു ചിക്കൻ നമുക്ക് വറക്കാം. അതിന് ശേഷം നമുക്ക് അതൊരു വേറൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള ചിക്കനും കൂടി ഇതുപോലെ തന്നെ വറുത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇനി ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള വേണം, ഉള്ളി വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് ഇടുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ട് വാട്ടാം. ഇത് ഈ സവാളയുടെയൊക്കെ അത് നന്നായിട്ട് ഒരു റെഡിഷ് കളറാവും. ചുവന്ന രീതിയിലൊരു ഗോൾഡൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മസാലകൾ നന്നായിട്ട് മൂത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മണം വരും. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അപ്പോൾ ആ സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതൊന്നും കൂടി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ ചാറൊന്ന് കുറുകിയെടുക്കാം. നമുക്ക് വേണ്ടത് ചാറിലല്ല ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെച്ചിട്ട് തക്കാളി സോസ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കണ്ടോ. ഇപ്പോൾ നല്ല ഒരു ക്രീമി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഈ നമ്മുടെ ചിക്കൻസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് സെറ്റാവുന്ന രീതിയിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വന്നെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടതാണ്. അങ്ങനെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്ത് അതിന് മുകളിൽ വിതറാവുന്നതാണ്. എന്നിട്ട് അതൊന്ന് ആ ചില്ലി ഫ്ലേക്സും നല്ല രീതിയിൽ എല്ലാ ചിക്കനിലോട്ടും ആവുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കുക. ഉണ്ടോ, സൂപ്പറായിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് സൂപ്പറാണ്.